ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. വിജിലൻസ് കേസ് നേരിടുന്ന കൊണ്ടാഴിയിലെ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് LDF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, പ്രകടനത്തോടു കൂടിയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണയ്ക്ക് തുടക്കം കുറിച്ചത്. പഞ്ചായത്തില് ഇറങ്ങി മടുത്തില്ലേ, അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് നാണക്കേട്, നാണക്കേട് ഇത് മാനക്കേട്, നാണക്കേട് ഇത് മാനക്കേട്. UDF 10 വർഷം. LDF ചേലക്കര മണ്ഡലം കൺവീനറും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ PA ബാബു പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഭാവികമായും അഴിമതിക്കാരെ തള്ളിപ്പറയുന്നതിനും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനും പഞ്ചായത്തിന് നഷ്ടപ്പെട്ട സംഖ്യ അവരിൽ നിന്ന് വസൂലാക്കുന്നതിനുമുള്ള മുൻകൈ എടുക്കേണ്ടത് ഭരണസമിതിയാണ്. എന്നാൽ ഭരണസമിതി അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അവസാനം കോടതി ഇടപെട്ടുകൊണ്ടാണ്, വിജിലൻസ് കോടതിയാണ് കുറ്റക്കാരായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി, പ്രവീൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇവർക്കെതിരെ കേസെടുക്കാനും നഷ്ടം അവരിൽ നിന്ന് ഈടാക്കാനും തീരുമാനിക്കുന്നത് ഇപ്പോഴാണ്. അതുവരെ കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാതെ ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കൈക്കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടാഴിയിലെ ജനങ്ങളോട് പറയുന്നത്, UDFന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അഴിമതിയുടെ കൂടാരമാണ്. അവർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് നാട്ടിലെ ജനങ്ങളുടെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടിയല്ല, കിട്ടുന്ന പണം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയാണ്. ഈ കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ പോലെ വികസന മുരടിപ്പുള്ള വേറെ ഏതെങ്കിലും പഞ്ചായത്തുണ്ടോ? ഇവിടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ചേലക്കര മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ റോഡുകളുടെ സ്ഥിതി പരിശോധിച്ചപ്പോഴാണ് അതിദയനീയമായ, ശോചനീയമായ അവസ്ഥ കാണാൻ കഴിഞ്ഞത്. എന്താണ് അതിന് ഭരണസമിതി പ്രസിഡന്റ് നൽകുന്ന ഉത്തരം? ഗവൺമെന്റ് പണം നൽകുന്നില്ല എന്നാണ്. എല്ലാ കൊല്ലവും ഖജനാവിൽ നിന്ന് സർക്കാർ ഗ്രാൻഡ് ഇൻ എയ്ഡായി പദ്ധതി വിഹിതമായി 4 കോടി രൂപ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി നൽകുന്നുണ്ട്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗവുമായ P പ്രശാന്തി അധ്യക്ഷയായിരുന്നു. മാണി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഷാജി ആനിത്തോട്ടം, CPI ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം PR വിശ്വനാഥൻ, ജനതാദൾ സെക്യുലർ മണ്ഡലം പ്രസിഡന്റ് T രവീന്ദ്രൻ, LDF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ T ഗോകുലൻ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഓഫീസിൽ നിന്ന് കിട്ടിയ പ്രകാരമാണ് ഈ പെരുങ്കള്ളിൽ മാർക്കിടാതെ, അല്ലെങ്കിൽ കോൺഗ്രസ് 7 പേര് മാർക്കിട്ട ഒരാൾക്ക് മാർക്കിടാതെ യോഗ്യതയുള്ള ആൾക്കാണ് മാർക്കിട്ടിട്ടുള്ളത്. അതിവിടെ പരിശോധിച്ചറിയാം. യോഗ്യതയുള്ള മറ്റു ആളുകൾ ഇവിടെ ഉണ്ടായത് 16 പേരാണ് ഇന്റർവ്യൂ പങ്കെടുത്തത്. ആ 16 പേരിൽ യോഗ്യതയുണ്ടായിരുന്ന ആളുകൾക്കാണ് മാർക്കിടാൻ എന്നെ ഇടതുപക്ഷ ജനാധിപത്യമാണ് നിർദ്ദേശിച്ചത്. അത് പ്രകാരമാണ് ഇടതുപക്ഷ ജനാധിപത്യ ആൾക്ക് മാർക്കിട്ടത്. അതുകൊണ്ടാണ് 8 ഇന്റർവ്യൂ ബോർഡിലെ മെമ്പർമാരിൽ 7 പേരും ഇന്ന് വിജിലൻസ് കേസ് നേരിടുകയാണ്. അവർ പ്രതികളാണ് എന്ന് തീരുമാനിച്ചത് വിജിലൻസ് കോടതിയാണ്, ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 5 വർഷത്തിൽ മഹാഭൂരിപക്ഷം സമയങ്ങളിലും കോൺഗ്രസിന്റെ ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നിരവധിയായിട്ടുള്ള അഴിമതികൾ ഒന്നൊന്നായി പറയുമ്പോഴും ഇവർ തപ്പിത്തടഞ്ഞ് പറഞ്ഞു പോകുന്നത് എല്ലാം ഇടതുപക്ഷത്തിന്റെ മണ്ടയ്ക്ക് വെച്ചിട്ടാ. കഴിഞ്ഞ 2021 ഇതേ ദിവസം
മുൻ കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഴിമതിക്കെതിരെയും പഞ്ചായത്തിലെ അനധികൃത നിയമനത്തിനെതിരായും മാനദണ്ഡങ്ങൾ ലംഘിച്ച് യോഗ്യതയില്ലാത്തവരെ നിയമിച്ചതിനെതിരായും വിജിലൻസ് കേസ് നേരിടുന്ന കൊണ്ടാഴിയിലെ കോൺഗ്രസിനെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ നേതാക്കൾ പ്രസംഗവേളയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ചേലക്കോടുള്ള ഇന്നത്തെ പ്രവാസി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ പ്രവീൺ കുമാറിനെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഇന്റർവ്യൂ നടത്തി ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി നിയമിക്കുകയുണ്ടായി. അന്ന് ഇന്റർവ്യൂവിൽ 8 പേരാണ് പങ്കെടുത്തത്. ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ബിഎം പാസ്സായിരിക്കണം. അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പരിശീലനത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത 7 പേരും ബികോം കഴിഞ്ഞവരും ബിടെക് കഴിഞ്ഞവർ അതുപോലെ തന്നെ വിവിധ കമ്പ്യൂട്ടർ ഡിപ്ലോമകളുള്ളവരായിരുന്നു. എന്നാൽ പ്രവീൺ കുമാർ യഥാർത്ഥത്തിൽ PhD കഴിഞ്ഞ് മറ്റ് വിദ്യാഭ്യാസങ്ങളൊന്നുമില്ല, സാങ്കേതികമായി പുറത്തുള്ള ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെയും കോളേജിന്റെയും പേര് പറഞ്ഞ് കൃത്രിമമായ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതിനുശേഷം പഴയന്നൂരിൽ നിന്നൊരു കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റും സംഘടിപ്പിച്ച് കൊണ്ടാഴി പഞ്ചായത്തിനകത്ത് ഇന്റർവ്യൂവിൽ ഹാജരാക്കി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ അന്നത്തെ ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീദേവി കാണിക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെയാണ് ശക്തമായ സമരവുമായി ഇവിടെ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയുവാൻ സാധിക്കുന്നത് പ്രദീപ് കുമാർ നാട്ടിൽ തന്നെയുമല്ല പല വ്യക്തികൾക്കും ഉപദ്രവം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 8-9 മാസം മുമ്പ് ചേലക്കരയ്ക്ക് ഞാനൊരു യാത്ര പോകുമ്പോൾ ഏകദേശം ഒരു 78-79 വയസ്സായ ഒരു പ്രായമുള്ള സ്ത്രീ നട റോട്ടിൽ നിന്നും പൊട്ടിക്കരയുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായ പ്രവീൺ കുമാറിന്റെ തൊട്ട് അയലോക്കംകാരത്തിയാണ്. അപ്പോൾ ഞാൻ അവിടെ വണ്ടി സൈഡായിക്കൊണ്ട് എന്താ ചേച്ചി കരയുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, മോനെ എനിക്ക് എന്റെ പറമ്പിലേക്ക് കയറുവാൻ PWD പണി കഴിഞ്ഞു വന്നപ്പോൾ എന്റെ പറമ്പ് താഴെയാണ് കിടക്കുന്നത്. CCV ന്യൂസ് കൊണ്ടാഴി.